പുനലൂർ ഇനി സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരമാവുകയാണ്. കഴിഞ്ഞ ഗാന്ധി ജയന്തി ദിനത്തിൽ സംസ്ഥാന സർക്കാർ തുടക്കമിട്ട മാലിന്യമുക്ത നവകേരളം പരിപാടിയുടെ ഭാഗമായാണ് പട്ടണത്തെ മാലിന്യമുക്ത നഗരമാക്കി മാറ്റിയത്. 20 തൊഴിലാളികളെ നിയോഗിച്ച് പട്ടണം എല്ലാ ദിവസവും തൂത്ത് വൃത്തിയാക്കുന്നു. മാലിന്യ കൂനകൾ നീക്കം ചെയ്തു. പട്ടണം മോടി പിടിപ്പിച്ചു. പൊതുസ്ഥലങ്ങളിൽ ബോധവൽക്കരണ പോസ്റ്ററുകൾ പതിച്ചു. വാർഡ് തലത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. ഇങ്ങനെ ഘട്ടം ഘട്ടമായുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് നഗരസഭ നേട്ടം കൈവരിച്ചത്. പ്രഖ്യാപനത്തിന് മുന്നോടിയായി നഗരത്തിൽ വിപുലമായ ഘോഷയാത്ര സംഘടിപ്പിച്ചു. പുനലൂർ സർക്കാർ ഗസ്റ്റ് ഹൌസിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര പട്ടണം ചുറ്റി സമ്മേളന നഗരിയായ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിലാണ് സമാപിച്ചത്. ജനപ്രതിനിധികളും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും ഹരിത കർമ്മസേന അംഗങ്ങളും ആശാപ്രവർത്തകരും ഘോഷയാത്രയിൽ പങ്കെടുത്തു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ശുചിത്വ സമ്മേളനം കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. പല രോഗങ്ങളും പടർത്തുന്നത് ഈ മാലിന്യത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന കീടങ്ങളുമെല്ലാം പറന്ന് വന്ന് നമ്മുടെ ദേഹത്തും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുമൊക്കെ അറിയാതെ അണുക്കളെ നിക്ഷേപിച്ച് പോകുന്നത് കൊണ്ടാണ് മാരാരോഗങ്ങൾ നമ്മുടെ നാട്ടിലാകെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു പരിധി വരെ കുറഞ്ഞു വരുന്നു. ഇനിയിപ്പോ കാലവർഷം കൂടി ആകുമ്പോൾ നമ്മുടെ ഈ ഏറ്റവും നല്ല നിലയിൽ പോവുകയാണെങ്കിൽ പകർച്ച വ്യാധികൾക്ക് വിട എന്ന നിലയിൽ ഒരു ബോർഡ് നമ്മുടെ നാട്ടിൽ സൂക്ഷിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഇത് മാറുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഗാന്ധി ഭവൻ ചെയർമാനും നഗരസഭയുടെ ശുചിത്വ അംബാസിഡറുമായ ഡോക്ടർ പുനലൂർ സോമരാജൻ നഗരസഭയെ സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരമായി പ്രഖ്യാപിച്ചു. നമ്മുടെ കേരളത്തിനെ സൗന്ദര്യവൽക്കരിക്കുന്ന കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത്ഭുതകരമായ ഒരു നവീകരണ ദിശയിലേക്കാണ് നമ്മൾ മാറിയിരിക്കുന്നത്. മികച്ച ഹരിത ആശുപത്രിയായി താലൂക്ക് ആശുപത്രിയെയും മികച്ച ഹരിത സ്ഥാപനമായി താലൂക്ക് ഓഫീസിനെയും മികച്ച ഗ്രന്ഥശാലയായി ഐക്കരക്കോണം പബ്ലിക് ലൈബ്രറിയെയും മികച്ച വിദ്യാലയമായി VOUPS തെരഞ്ഞെടുത്തു. ന്യൂസ് 18 പുനലൂർ.